PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2019 ഫെബ്രുവരി 1 നടന്ന ജൂനിയർ ക്ലർക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലെ GK ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, ദ സ്റ്റേറ്റ് ഹാവിംഗ് ദ ലോങ്ങസ്റ്റ് കോസ്റ്റൽ ഏരിയ ഇൻ ഇന്ത്യ. The state having the longest coastal area in India. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഗുജറാത്ത്, കേരള, തമിഴ്നാട്, ഒഡീഷ. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ഗുജറാത്ത്. ഇന്ത്യയിൽ 9 സംസ്ഥാനങ്ങൾക്കാണ് കടൽ തീരമുള്ളത്. ഗുജറാത്ത്, ഗോവ, മഹാരാഷ്ട്ര, കേരള, കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ. ഇങ്ങനെ 9 സംസ്ഥാനങ്ങൾക്കാണ് കടൽ തീരമുള്ളത്. കടൽ തീരമുള്ള സംസ്ഥാനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത് ഗുജറാത്തിനാണ്, ഏറ്റവും കുറവ് ഗോവയാണ്. ഇനി കേരളത്തിലേക്ക് വന്നാൽ 9 ജില്ലകൾക്കാണ് കേരളത്തിൽ കടൽ തീരമുള്ളത്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ലയാണ് കണ്ണൂർ, ഏറ്റവും കുറവ് കൊല്ലം. 5 ജില്ലകൾക്ക് കടൽ തീരമില്ല. ഏതൊക്കെയാണ് ആ ജില്ലകൾ? കോട്ടയം, പത്തനംതിട്ട, പാലക്കാട്, ഇടുക്കി, വയനാട്. ഈ 5 ജില്ലകൾക്കാണ് കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ലകൾ എന്ന് പറയുന്നത്. കടൽ തീരമുള്ള ജില്ലകളിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത് കണ്ണൂരും ഏറ്റവും കുറവ് കൊല്ലവുമാണ്. അപ്പം ദ സ്റ്റേറ്റ് ഹാവിംഗ് ദ ലോങ്ങസ്റ്റ് കോസ്റ്റൽ ഏരിയ ഇൻ ഇന്ത്യ ഈസ് ഗുജറാത്ത്. വിച്ച് ഓഫ് ദ ഫോളോവിങ് റിവർ ഫ്ലോസ് ടു ഈസ്റ്റ്? വിച്ച് ഓഫ് ദ ഫോളോവിങ് റിവർ ഫ്ലോസ് ടു ഈസ്റ്റ്? കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് കബനി, കുന്തി, പമ്പ, ചാലിയാർ. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ കബനി. കേരളത്തിൽ 3 നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത്: കബനി, ഭവാനി, പാമ്പാർ. കിഴക്കോട്ട് ഒഴുകുന്നതിൽ ഏറ്റവും വലിയ നദിയാണ് കബനി, ഏറ്റവും ചെറുത് പാമ്പാർ. ഈ 3 നദികളും കാവേരി നദിയുടെ പോഷക നദികളാണ്. അതായത് ഈ 3 നദികളും ചെന്ന് പതിക്കുന്നത് കാവേരി നദിയിലാണ്. കുന്തിപ്പുഴ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ്. ഏറ്റവും കുറവ് മലിനീകരിക്കപ്പെട്ട നദിയാണ് കുന്തിപ്പുഴ. പമ്പാ നദി നമുക്കറിയാം, കേരളത്തിലെ നദികളിൽ ഏറ്റവും നീളം കൂടിയ 3ാമത്തെ നദിയാണ് പമ്പ. ചാലിയാർ 4ാമത്തെ നദിയാണ്. കേരളത്തിൽ ഏത് നദിയുടെ തീരത്താണ് സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയത് എന്ന് ചോദിച്ചാൽ ഉത്തരം വരുന്നത് ചാലിയാറാണ്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വിച്ച് ഓഫ് ദ ഫോളോവിങ് റിവർ ഫ്ലോസ് ടു ഈസ്റ്റ്? ഉത്തരം ഏതാണ്? കബനി. The place where paddy cultivation is done below sea level in Kerala. The place where paddy cultivation is done below sea level in Kerala. Options കുട്ടനാട്, കോൾലാൻഡ് ഓഫ് തൃശ്ശൂർ, പട്ടാമ്പി, പറവൂർ. അതായത് സമുദ്രനിരപ്പിന് താഴെ നെൽകൃഷി നടത്തുന്ന കേരളത്തിലെ സ്ഥലം ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ കുട്ടനാട്. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നതും കുട്ടനാടാണ്. Which is the first artificial satellite of India? Which is the first artificial satellite of India? ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് സ്പുട്നിക്, ആര്യഭട്ട, ഭാസ്കര, രോഹിണി. ഏതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ ബി ആര്യഭട്ട. മനുഷ്യൻ ആദ്യമായി നിർമ്മിച്ച കൃത്രിമ ഉപഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം സ്പുട്നിക് ആണ്. റഷ്യയാണ് നിർമ്മിച്ചത്. 1957 ഒക്ടോബർ 4-നാണിത് ഭ്രമണപഥത്തിൽ എത്തിച്ചത്. എന്നാൽ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം, ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ചോദിക്കുകയാണെങ്കിൽ ആര്യഭട്ടയാണ് ഉത്തരം. 1975 ഏപ്രിൽ 19-നാണ് ആര്യഭട്ട വിക്ഷേപിച്ചത്. ഇത് നിർമ്മിച്ചത് ISRO ആണ്, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. അപ്പോൾ വിച്ച് ഈസ് ദ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഓഫ് ഇന്ത്യ? ഏതാണ് ഉത്തരം? ആര്യഭട്ട. ഇന്ത്യയുടെ ആദ്യത്തെ പരീക്ഷണാത്മക റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹമാണ് ഭാസ്കര. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ കളർ ഓഫ് ദ ബ്ലാക്ക് ബോക്സ് ഇൻ എയ്റോപ്ലെയിൻ? വാട്ട് ഈസ് ദ കളർ ഓഫ് ദ ബ്ലാക്ക് ബോക്സ് ഇൻ എയ്റോപ്ലെയിൻ? ഓപ്ഷൻസ് ഓറഞ്ച്, ബ്ലാക്ക്, റെഡ്, വൈറ്റ്. വിമാനങ്ങളിലെ ബ്ലാക്ക് ബോക്സിൻ്റെ നിറമെന്ത്? ഉത്തരം ഓപ്ഷൻ എ ഓറഞ്ച്. ബ്ലാക്ക് ബോക്സിൻ്റെ മറ്റ് പേരുകളാണ് ഫ്ലൈറ്റ് റെക്കോർഡർ അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ. ഇത് കണ്ടുപിടിച്ചത് ഡേവിഡ് വാറൻ ആണ്. ഡേവിഡ് വാറൻ എന്ന ആളാണ് വിമാനങ്ങളിലെ ബ്ലാക്ക് ബോക്സ് കണ്ടുപിടിച്ചത്. വിമാനങ്ങളിലെ ബ്ലാക്ക് ബോക്സിൻ്റെ നിറം ഓറഞ്ച്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ പെട്രോളിയം പ്രോഡക്റ്റ്? Which of the following is not a petroleum product?
ഓപ്ഷൻസ് LPG, ഡീസൽ, നാഫ്ത, ബയോഗ്യാസ്. താഴെ തന്നിരിക്കുന്നവയിൽ പെട്രോളിയം പ്രോഡക്റ്റ് അല്ലാത്തതേത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി, ബയോഗ്യാസ്. LPG, ഡീസൽ, നാഫ്ത, കെറോസിൻ ഇതെല്ലാം എന്താണ്? പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ്. ബയോഗ്യാസ് ആണ് ഈ തന്നിരിക്കുന്നതിൽ പെട്രോളിയം പ്രോഡക്റ്റ് അല്ലാത്തത്. അടുത്ത ചോദ്യം, ദ വിറ്റാമിൻ ദാറ്റ് ഇൻഫ്ലുവൻസസ് ദ ഐസൈറ്റ് ഈസ്. ദ വിറ്റാമിൻ ദാറ്റ് ഇൻഫ്ലുവൻസസ് ദ ഐസൈറ്റ് ഈസ്. ഓപ്ഷൻസ് വിറ്റാമിൻ എ, വിറ്റാമിൻ ബി, വിറ്റാമിൻ സി, വിറ്റാമിൻ ഡി. കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് വേണ്ട വൈറ്റമിൻ ഏതാണ്? ഉത്തരം വൈറ്റമിൻ എ. കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് അത്യാവശ്യമായിട്ട് വേണ്ട വൈറ്റമിനാണ് വൈറ്റമിൻ എ. വൈറ്റമിൻ എയുടെ രാസനാമം റെറ്റിനോൾ എന്നാണ്. നിശാന്തതയ്ക്ക് കാരണമാകുന്നത് ഏത് ജീവകത്തിൻ്റെ അഭാവമാണെന്ന് ചോദിക്കാറുണ്ട്. അതിൻ്റെ ഉത്തരവും വിറ്റാമിൻ എ ആണ്. വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന രോഗമാണ് നിശാന്തത, അതുപോലെ സിറോഫ്താൽമിയ. അടുത്ത ചോദ്യം, കുച്ചിപ്പുടി ഈസ് ദ ഡാൻസ് ഫോം ഓഫ് ഡാഷ് സ്റ്റേറ്റ്. കുച്ചിപ്പുടി ഈസ് ദ ഡാൻസ് ഫോം ഓഫ് ഡാഷ് സ്റ്റേറ്റ്. കുച്ചിപ്പുടി ഏത് സംസ്ഥാനത്തിൻ്റെ നൃത്തരൂപമാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഒറീസ, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്. ഉത്തരം ഓപ്ഷൻ സി, ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലെ കുച്ചിപ്പുടി എന്ന സ്ഥലത്ത് ജന്മം കൊണ്ട ഒരു നൃത്തരൂപമാണ് കുച്ചിപ്പുടി. ഭരതനാട്യം ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപമാണ്. ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപം എന്നറിയപ്പെടുന്നത് ഭരതനാട്യമാണ്. ഇത് തമിഴ്നാട്ടിലാണ് ജന്മം കൊണ്ടത്. ദാസിയാട്ടം, അതുപോലെ സതിരാട്ടം എന്നൊക്കെ അറിയപ്പെടുന്നത് ഭരതനാട്യമാണ്. കേരളത്തിൻ്റെ തനതായ ലാസ്യ നൃത്തമാണ് മോഹിനിയാട്ടം. അപ്പോൾ കുച്ചിപ്പുടി ഈസ് ദ ഡാൻസ് ഫോം ഓഫ് ആന്ധ്രാപ്രദേശ്. ദ ഡിസ്ട്രിക്ട് ഇൻ കേരള നോട്ട് ഹാവിംഗ് ഫോറസ്റ്റ് ഏരിയ ഈസ്. ദ ഡിസ്ട്രിക്ട് ഇൻ കേരള നോട്ട് ഹാവിംഗ് ഫോറസ്റ്റ് ഏരിയ. ഓപ്ഷൻസ് കോട്ടയം, ആലപ്പുഴ, കണ്ണൂർ, കൊല്ലം. അതായത് വനപ്രദേശമില്ലാത്ത കേരളത്തിലെ ജില്ല ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി, ആലപ്പുഴ. ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ലയാണ് ഇടുക്കി. എന്നാൽ ഏറ്റവും കൂടുതൽ റിസർവ് വനങ്ങളുള്ള ജില്ലയാണ് പത്തനംതിട്ട. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ലയാണ് വയനാട്. ഏറ്റവും കുറവ് വനപ്രദേശമുള്ളത് ആലപ്പുഴയ്ക്കാണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ കണ്ടന്റ് ഓഫ് ഓൾ ആസിഡ്സ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ കണ്ടന്റ് ഓഫ് ഓൾ ആസിഡ്സ്. ഓപ്ഷൻസ് ഹൈഡ്രജൻ, ഓക്സിജൻ, സൾഫർ, ക്ലോറിൻ. എല്ലാ ആസിഡിലും കാണപ്പെടുന്ന ഒരു കണ്ടന്റ് ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ, ഹൈഡ്രജൻ. അടുത്ത ചോദ്യം, ഹു എമംഗ് ദ ഫോളോവിങ് വാസ് ദ ഗവർണർ ഓഫ് കേരള ആൻഡ് ലേറ്റർ ബിക്കം ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഹു എമംഗ് ദ ഫോളോവിങ് വാസ് ദ ഗവർണർ ഓഫ് കേരള ആൻഡ് ലേറ്റർ ബിക്കം ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഓപ്ഷൻസ് APJ അബ്ദുൽ കലാം, R വെങ്കിട്ടരാമൻ, VV ഗിരി, KR നാരായണൻ. അതായത് കേരളത്തിൽ ഗവർണർ ആവുകയും പിന്നീട് ഇന്ത്യൻ പ്രസിഡന്റ് ആവുകയും ചെയ്ത വ്യക്തി ആരാണെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി, VV ഗിരി. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ എല്ലാവരും ഇന്ത്യൻ പ്രസിഡന്റ് ആയവരാണ്. എന്നാൽ കേരളത്തിൽ ഗവർണർ ആവുകയും പിന്നീട് ഇന്ത്യൻ പ്രസിഡന്റ് ആവുകയും ചെയ്തത് VV ഗിരിയാണ്. UNO കെയിം ഇൻ ടു ബീങ് ഇൻ ദ ഇയർ. UNO, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ, കെയിം ഇൻ ടു ബീങ് ഇൻ ദ ഇയർ. ഓപ്ഷൻസ് 1950, 1930, 1945, 1960. UNO അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്ന വർഷമാണ് ചോദിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി, 1945. 1945 ഒക്ടോബർ 24-നാണ് UNO നിലവിൽ വന്നത്. ഐക്യരാഷ്ട്ര സംഘടനാ ദിനം എന്നറിയപ്പെടുന്നത് ഒക്ടോബർ 24-ആണ്. നിലവിൽ UNOയിൽ 193 അംഗരാജ്യങ്ങളാണുള്ളത്. ഏറ്റവും ഒടുവിൽ അംഗമായ രാജ്യമാണ് സൗത്ത് സുഡാൻ. അർജുന അവാർഡ് ഈസ് റിലേറ്റഡ് ടു. അർജുന അവാർഡ് ഈസ് റിലേറ്റഡ് ടു. ഓപ്ഷൻസ് സ്പോർട്സ്, ലിറ്ററേച്ചർ, മെഡിക്കൽ സയൻസ്, ആംഡ് ഫോഴ്സ്. അർജുന അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ, സ്പോർട്സ്. കായികവുമായി ബന്ധപ്പെട്ട അവാർഡാണ് അർജുന അവാർഡ്. കേരളത്തിൽ ആദ്യമായി അർജുന അവാർഡ് കിട്ടിയ ആള് സി ബാലകൃഷ്ണനാണ്. ഏതാണ് മത്സര ഇനം എന്ന് ചോദിച്ചാൽ പർവ്വതാരോഹണം. അർജുന അവാർഡ് നേടിയ ആദ്യത്തെ കേരളീയനാണ് സി ബാലകൃഷ്ണൻ. ദ ലേറ്റസ്റ്റ് ഫോംഡ് ഡിസ്ട്രിക്ട് ഇൻ കേരള. ദ ലേറ്റസ്റ്റ് ഫോംഡ് ഡിസ്ട്രിക്ട് ഇൻ കേരള. മലപ്പുറം,
പത്തനംതിട്ട, കാസർഗോഡ്, വയനാട്. കേരളത്തിൽ അവസാനം രൂപം കൊണ്ട ജില്ല ഏതാണ്? ഓപ്ഷൻ സി കാസർഗോഡ്. 1984 മെയ് 24-നാണ് കാസർഗോഡ് ജില്ല നിലവിൽ വരുന്നത്. ഇതാണ് കേരളത്തിലെ ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ട ജില്ല. കാസർഗോഡ് ജില്ലയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നത് കാസർഗോഡ് ജില്ലയിലൂടെയാണ്. 12 നദികൾ കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്നു. അതുപോലെ ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന ജില്ലയും കാസർഗോഡാണ്. സപ്തഭാഷാ സംഗമ ഭൂമി എന്നറിയപ്പെടുന്ന ജില്ല കാസർഗോഡാണ്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ ജില്ല കൂടിയാണ് കാസർഗോഡ്. ദ ഫാദർ ഓഫ് കർണാട്ടിക് മ്യൂസിക് ഈസ് ഓപ്ഷൻ സ്വാതി തിരുനാൾ, പുരന്ദരദാസ്, ദീക്ഷിതർ, കാളിദാസൻ. അതായത് കർണാട്ടിക് മ്യൂസിക്കിൻ്റെ പിതാവ്. ഉത്തരം ഓപ്ഷൻ ബി പുരന്ദരദാസ്. The total number of rivers in Kerala is options 44, 24, 42, 33. കേരളത്തിൽ ആകെ എത്ര നദികളുണ്ട് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ 44. 44 നദികളാണ് കേരളത്തിലൂടെ ഒഴുകുന്നത്. ഇതിൽ 41 പടിഞ്ഞാറോട്ടും 3 നദികൾ കിഴക്കോട്ടും ഒഴുകുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു കബനി, ഭവാനി, പാമ്പാർ ഈ 3 നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. ബാക്കി 41 നദികളും പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. കേരളത്തിലെ നദികൾ എന്ന ടോപ്പിക്കിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നദികൾ. അതിനെപ്പറ്റി ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ കേരളത്തിലൂടെ ഒഴുകുന്ന നദികളുടെ എണ്ണം 44ആണ്. കേരളത്തിൽ എത്ര കായലുകൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ ഉത്തരം 34. കേരളത്തിൽ 34 കായലുകളും 44 നദികളുമാണുള്ളത്. 2019 ഫെബ്രുവരി 1 നടന്ന ജൂനിയർ ക്ലർക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലെ GK ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.